ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് അവിടെ നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉദ്ഘാടന വേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യം. ഔപചാരികമായി ദീപപ്രകാശനത്തോടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ശ്രീ വി എൻ വാസവൻ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, ശ്രീ MC സുധാകർ, ശ്രീമദ് സൂക്ഷ്മാനന്ദ സ്വാമികൾ, അടൂർ പ്രകാശ് MP, അഡ്വക്കേറ്റ് V ജോയ് MLA, ശ്രീ ഗോകുലം ഗോപാലൻ, ഡോക്ടർ AV അനൂപ്, ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ശ്രീ PV മോഹൻ, മുരളിയ MD ശ്രീ K മുരളീധരൻ, ശ്രീമതി ഗീത ഹേമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സന്തോഷ് കുമാർ, ശ്രീ രവിശങ്കർ ഷെട്ടി, ഡോക്ടർ അനിത ശങ്കർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ഈ ഭദ്രദീപ പ്രകാശന ചടങ്ങിൽ സന്നിഹിതരാണ്. 93ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഔപചാരികമായി ദീപപ്രകാശനത്തോടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അടക്കം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ ആദ്യമേ തന്നെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അധ്യക്ഷ പ്രസംഗം മാറ്റി ഉദ്ഘാടനത്തിന് സമയം തന്ന ബഹുമാനായ അധ്യക്ഷൻ വലിയ സൗകര്യമാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഇന്നിവിടെ എത്തേണ്ടത് കൊണ്ട് രാവിലെ സാധാരണ നടക്കുന്ന മന്ത്രിസഭാ യോഗം 12 മണിക്ക് മാറ്റിവെച്ചിരുന്നു. അപ്പം അതുകൂടി മനസ്സിലാക്കിയാണ് അദ്ദേഹം അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. രണ്ടാമത്തത്, ഇതിനു ശേഷം ചെറിയൊരു മര്യാദകേട് കാണിക്കേണ്ടി വരികയാണ്. അതായത്, ബഹുമാനായ കർണാടക മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഞാൻ കൂടി വേദിയിലുണ്ടാവുക എന്നതാണ് സാധാരണഗതിയിൽ വേണ്ടത്. പക്ഷേ ക്യാബിനറ്റ് യോഗമായതുകൊണ്ട് അതിന് സാധ്യമല്ലാതെ വന്നിരിക്കുന്നു. അപ്പോൾ അതും അംഗീകരിച്ച് നൽകണമെന്നാണ് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. ശിവഗിരി തീർത്ഥാടനം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിന് നിത്യ പ്രചോദനമാണ്. ആ തീർത്ഥാടനത്തിന് 93 വർഷമാവുകയാണ്. 3 വർഷം കൂടി കഴിയുമ്പോൾ ശ്രീനാരായണ ഗുരു സമാധിയുടെ ശതാബ്ദിയും വരികയാണ്. എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ സാന്നിധ്യവും മനുഷ്യ സംസ്കാരത്തിൻ്റെ വളർച്ചയുടെ പടവുകളിൽ ഗുരു സന്നിവേശിപ്പിച്ച ദർശന മാഹാത്മ്യവും സംഭവിച്ചിട്ട് 1 നൂറ്റാണ്ടോളം ആവുന്നു. 1 നൂറ്റാണ്ടിനും അപ്പുറം നമ്മുടെ നാട്ടിൽ നടമാടിയിരുന്ന ആശാസ്യമല്ലാത്ത പ്രവണതകൾക്കെതിരായിരുന്നുവല്ലോ ഗുരു പറഞ്ഞതും പ്രവർത്തിച്ചതും. ജീവിത ചുറ്റുപാടുകളിൽ കാണുകയും അനുഭവിക്കാനിടയാവുകയും ചെയ്ത അസംബന്ധ പ്രവണതകൾക്കെതിരെയായിരുന്നു അദ്ദേഹം ഓരോ വാക്കും ഉരുവിട്ടത്. ദൈവദശകമോ ദർശനമാലയോ ആത്മോപദേശതകമോ അനുകമ്പാ ദശകമോ പോലുള്ള
കൃതികൾ രചിച്ചതും ഇത്തരം അനുഭവ സാക്ഷ്യത്തിൽ നിന്നാണ്. അരുവിപ്പുറത്തെ പ്രതിഷ്ഠയിൽ പറഞ്ഞ സോദരത്വേന പല രൂപങ്ങളിൽ ഗുരുവിൻ്റെ എല്ലാ കൃതികളുടെയും അന്തർധാരയായി പ്രവഹിക്കുകയും ചെയ്തു. അരുവിപ്പുറത്തെ പ്രതിഷ്ഠയോടെയാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം കേരളീയ നവോത്ഥാനം ആരംഭിക്കുന്നത് എന്ന കാര്യം നമുക്കറിവുള്ളതാണല്ലോ. ഈ പ്രതിഷ്ഠയിലൂടെ ഗുരു നൽകിയത് അന്ന് നിലനിന്നിരുന്ന ചാതുർവർണ്ണ വ്യവസ്ഥ തകർക്കുക എന്ന സന്ദേശം തന്നെയായിരുന്നു. ജാതി വ്യത്യാസത്തിൻ്റെ കന്മതിലുകൾ തീർത്ത ഈ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടല്ലാതെ സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല എന്ന് ഗുരുവിനറിയാമായിരുന്നു. അങ്ങനെ പ്രതീകാത്മകമായ ഒരു വിപ്ലവത്തിന് പ്രാരംഭം കുറിക്കുകയായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ഗുരു ചെയ്തത്. അന്നത്തെ തിരുവിതാംകൂറിലെ ഭരണവ്യവസ്ഥ രാജാധികാരത്തിലും നാടുവാഴിത്തത്തിലും കെട്ടിപ്പൊക്കിയതായിരുന്നു. ബ്രാഹ്മണനും ക്ഷത്രിയനും അധികാരം കൈയാളുകയും ബഹുജനമാകെ അടിമത്തത്തിൻ്റെ അപമാനഭാരം പേറി ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ആ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആദ്യപടിയായിരുന്നു ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിക്കുക എന്നത്. ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിക്കുക എന്നതിനർത്ഥം ജാതി വ്യവസ്ഥകളുടെ യുക്തിയെ തകർക്കുക എന്നതായിരുന്നു. അന്നത്തെ നാടുവാഴി ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്.